ജീവിതത്തിലെ മോശം കാലത്തെ താൻ അതിജീവിച്ചതും ജീവിതത്തെ പുതുക്കിപ്പണിയാൻ പഠിച്ചതും യാത്രകൾ നൽകിയ പാഠങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണെന്നാണ് തെന്നിന്ത്യയുടെ പ്രിയ നായിക അമല പോൾ പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കും മുമ്പായിരുന്നു അമലയുടെ ഹിമാലയൻ ട്രക്കിംഗ്. ആ യാത്രയാണ് അമലയുടെ ജീവിതം അപ്പാടെ മാറ്റിമറിച്ചത്. ആ യാത്രയെക്കുറിച്ചും ആ യാത്ര സമ്മാനിച്ച അനുഭവങ്ങളെക്കുറിച്ചും അമല ആദ്യമായി മനസ്സ് തുറന്നത്. നടി അമല പോൾ വിവാഹിതയാകുന്നു. അമലയുടെ സുഹൃത്ത് ജഗത് ദേശായി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതാണ് ഇത്. അമലയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയാണ് ജഗത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. ജിപ്സി ക്യൂനിയസ് പറഞ്ഞു എന്ന ക്യാപ്ഷന് വെഡ്ഡിംഗ് ബെൽസ് എന്ന ഹാഷ്ടാഗോടെ ജഗത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജഗത്തിന്റെ പ്രപ്പോസൽ സ്വീകരിച്ച അമല അദ്ദേഹത്തിന് സ്നേഹചുംബനം നൽകുന്നതും വീഡിയോയിലുണ്ട്. വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ആശംസയുമായി എത്തുന്നത്. നേരത്തെ ജഗത് ദേശായി അമല പോളിനൊപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഇരുവരും പ്രണയത്തിലാണ് എന്ന് വാർത്തകൾ വന്നിരുന്നു. 2014 തമിഴ് സംവിധായകൻ എൽ വിജയിയെ അമല വിവാഹം കഴിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇവർ വിവാഹമോചനം നേടി. തലൈവ എന്ന വിജയ് സംവിധാനം ചെയ്ത ദളപതി ചിത്രത്തിന്റെ സെറ്റിൽ വച്ചാണ് ഇരുവരും പ്രണയത്തിലായത്. തുടർന്ന് വളരെ മാധ്യമ ശ്രദ്ധ നേടിയതായിരുന്നു ഇവരുടെ വിവാഹം. എന്നാൽ പിന്നാലെ വിവാഹമോചന വാർത്തയും എത്തി. ആക്കാലത്ത് സംവിധായകന് വിജയിയുടെ കുടുംബം അമലയ്ക്കെതിരെ രംഗത്ത് എത്തിയിരുന്നു. എന്നാൽ വിവാഹമോചനം സംബന്ധിച്ച് അമല ഒന്നും വ്യക്തമാക്കിയിരുന്നില്ല. 2009 ലാൽ ജോസിന്റെ നീലതാമരയിലൂടെ ചലച്ചിത്രരംഗത്ത് എത്തിയ അമല പോൾ പിന്നീട് തമിഴിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്യുകയായിരുന്നു. 2010 ഇറങ്ങിയ മൈനയാണ് അമല പോളിന്റെ കരിയറിൽ വഴിത്തിരിവായത്. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും തിരക്കേറിയ നടിയാണ് അമല പോൾ. അടുത്ത കാലത്തായി സിനിമ രംഗത്ത് നിന്നും കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് അമല ചെയ്യുന്നത്. അതേസമയം അമല സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സിനിമാനടിയുടെ കടുംകളർ ജീവിതത്തോട് അമല പോൾ ബൈ ബൈ പറഞ്ഞിരിക്കുന്നു. വിജയം തേടിയുള്ള മത്സര ഓട്ടങ്ങൾക്ക് അമല ഇനിയില്ല. വിജയ ഫോർമുലകൾക്കും താരപ്പകിട്ടുകൾക്കും പിന്നാലെ അലയാനുമില്ല. ഞാനെന്ന വ്യക്തി എവിടെയോ മറഞ്ഞു പോയിരുന്നു. അതു ഞാൻ തിരികെ പിടിച്ചു ചമയങ്ങളിച്ച് അമല പറയുന്നു. സിനിമയിലല്ലാതെ മേക്കപ്പ് പോലും അണിയില്ല. ബെൻസ് കാറും ആഡംബര ജീവിതവുമൊന്നും വേണ്ട. പുതുച്ചേരിയിൽ സമാധാനത്തോടെ ജീവിക്കുന്നു. ഓട്ടങ്ങൾക്ക് അമല ഇനിയില്ല. വിജയ ഫോർമുലകൾക്കും താരപ്പകിട്ടുകൾക്കും പിന്നാലെ അലയാനുമില്ല. ഞാനെന്ന വ്യക്തി എവിടെയോ മറഞ്ഞു പോയിരുന്നു. അതു ഞാൻ തിരികെ പിടിച്ചു ചമയങ്ങളിച്ച് അമല പറയുന്നു. സിനിമയിലല്ലാതെ മേക്കപ്പ് പോലും അണിയില്ല. ബെൻസ് കാറും ആഡംബര ജീവിതവുമൊന്നും വേണ്ട. പുതുച്ചേരിയിൽ സമാധാനത്തോടെ ജീവിക്കുന്നു. വൈകിട്ട് എന്നും കടൽ തീരത്തു പോകും. തിരനുരഞ്ഞ നനഞ്ഞ മണ്ണിലൂടെ തന്റെ പ്രിയപ്പെട്ടവൻ കൈപിടിച്ച് അമല പോൾ പുതിയ ജീവിതത്തിന്റെ തരിമണിൽ കാലമർത്തി നടക്കുന്നു. കലാപരമായി ജീവിക്കാനും ക്രിയേറ്റീവായി അഭിനയിക്കാനും സ്പേസ് ഉള്ള സിനിമകളിലൂടെ സ്ക്രീനിലെത്തുന്നു. നടിയും നടിയുടെ ജീവിതവും തമ്മിലുള്ള അകലങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യത്തിലാണ് അമലയുടെ വാക്കുകൾ. തമിഴകത്തെ പിടിച്ചുകുലുക്കിയ ആടൈ സിനിമയെ തോളിലേറ്റിയ നായിക അമല പോൾ പുതിയ നിശ്ചയദാർഢ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. വിജയുമായുള്ള സംവിധായകൻ എൽ വിജയ് വിവാഹമോചനം എന്നെ ശരിക്കും ഒലിച്ചിരുന്നു. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഞാൻ കേട്ടു. എനിക്ക് 24 വയസ്സ്. ഞാൻ ദുർബലയായാൽ അതെന്റെ കുടുംബത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്ന് തോന്നി. അങ്ങനെയാണ് ഹിമാലയൻ യാത്ര പോകാൻ തീരുമാനിച്ചത്. 110 കിലോമീറ്ററാണ് ഖിർഗംഗ് ട്രെക്കിംഗ്. ഹിമാചൽ പ്രദേശിലെ പാർവതി ശിഖരത്തിലാണ് ഖിർഗംഗ്. ശിവനും പാർവതിയും ജീവിച്ച മണ്ണ്. എന്റെ ഒപ്പം അടുത്ത കൂട്ടുകാരിയുണ്ടായിരുന്നു. ട്രെക്കിംഗ് ഒന്നും നടത്തി പരിചയമില്ല. നമ്മുടെ ഒരു പായ്ക്കിംഗ് രീതിയനുസരിച്ച് ബാക്ക് പായ്ക്കിൽ മേക്കപ്പ് സാധനങ്ങളും ഷൂസും ചെരിപ്പുമെല്ലാം കുത്തിനിറച്ചു. മലകേറിയപ്പോഴാണ് ഇതൊന്നും ആവശ്യമില്ലെന്ന് മനസ്സിലായത്. 3000 അടി മുകളിൽ ചെന്നപ്പോൾ എനിക്ക് തലചുറ്റി. ഞാൻ തളർന്നു. അവിടെ മരിച്ചു വീഴുമെന്നു. രാത്രി എപ്പോഴോ ഉണർന്നു. പുറത്തുവന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ പാൽ ചുരത്തി ആകാശഗംഗ. നിലാവിൽ നനഞ്ഞുപോയ ആ നിമിഷത്തിൽ മനസ്സിലെ ഭാരമെല്ലാം ഒഴിഞ്ഞുപോയി. ഞാൻ ഒരു അപ്പൂപ്പൻ ദാടി പോലെ പറന്നു നടന്നു. ആ ഊർജത്തിൽ 10 ദിവസം നീണ്ട ട്രെക്കിംഗ് പൂർത്തിയാക്കി. അന്നുമുതൽ ഞാൻ വെജിറ്റേറിയനാണ്. അന്നുമുതൽ ഞാൻ വീഗനാണ്. മൃഗങ്ങളിൽ നിന്നുള്ള പാൽ ഉൾപ്പെടെ ഒന്നും ഉപയോഗിക്കാത്തവർ. ബ്യൂട്ടി പാർലറിലും കോസ്മെറ്റിക് ക്ലിനിക്കുകളിലും പോകുന്നില്ല. വിജയ് ഞാൻ ഇഷ്ടപ്പെടുന്ന വളരെ മാന്യനായ വ്യക്തിയാണ്. ഒരു പ്രശ്നം മൂടിവെച്ച് അത് അവഗണിച്ച് മുന്നോട്ടു പോകാൻ ഞങ്ങൾ രണ്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞങ്ങൾ പിരിഞ്ഞപ്പോൾ മുതൽ വിജയിന് നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടണേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. വിജയിന്റെ വിവാഹ ദിവസം ഏറ്റവും സന്തോഷിച്ച വ്യക്തി ഞാനായിരിക്കണം. എനിക്കുറപ്പാണ്. എനിക്കും എന്നും നന്മ വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് വിജയും.
അരബിന്ദോ ആശ്രമവുമായുള്ള ബന്ധം കൊണ്ടാണ് ഞാൻ പുതുച്ചേരി ജീവിക്കാൻ തിരഞ്ഞെടുത്തത്. ഒരു ഇംഗ്ലീഷ് പത്രത്തിന് അഭിമുഖം നൽകിയപ്പോൾ വീടിന് 20,000 രൂപയാണ് വാടക. ജീവിതത്തിൽ മറ്റു വലിയ ചെലവുകളൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. എന്റെ വലിയ കാറൊക്കെ വിറ്റു. സൈക്കിളിലാണ് ഞാൻ പുതുച്ചേരിയിലൂടെ യാത്ര ചെയ്യുന്നത്. പച്ചക്കറി വാങ്ങാനും യോഗയ്ക്കുമൊക്കെ സൈക്കിളിലാണ് പോകുന്നത്. ഞാൻ ഇപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന, അടുത്തറിയുന്ന ഒരാളുമായി റിലേഷൻഷിപ്പിലാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് താമസം. അത് പുറത്തു പറയേണ്ട സമയമാകുമ്പോൾ ആ വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തും. ഞങ്ങൾ സത്യത്തിൽ ഹിമാലയത്തിന്റെ താഴ്വരയിൽ താമസിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ സിനിമയിൽ നിൽക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് പുതുച്ചേരി തിരഞ്ഞെടുത്തത്. അത് നിങ്ങളുടെ മനോഭാവത്തിന്റെ മാത്രം പ്രശ്നമാണ്. ഈ ലോകത്ത് എന്താണ് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത്? ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നു വന്നു നടിയായി. വിജയിക്കുന്നവരുടേതു മാത്രമാണ് മാതൃകയാക്കേണ്ട ജീവിതം എന്ന മനോഭാവം ഞാൻ മാറ്റി. അങ്ങനെ ജീവിച്ച നാളുകളിൽ എന്റെ ആത്മാവ് എവിടെയോ നഷ്ടമായിരുന്നു. രത്നകുമാർ എന്ന സംവിധായകൻ ആടയുടെ കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കിതൊരു ടീം വർക്കായി ചെയ്യണമെന്നാണ്. പരമാവധി 15 പേർ. അവർ എനിക്കൊരു സുരക്ഷാ കവചം തന്നെ തീർത്തു. ഞാൻ പേരിനും പണത്തിനും വേണ്ടി ചെയ്ത സിനിമയല്ല ആടൈ. സത്യത്തിൽ എന്റെ പകുതി പ്രതിഫലം തിരികെ നൽകി റിലീസിന് വേണ്ടി സഹായിക്കുകയാണുണ്ടായത്. സിനിമ സമ്മതിച്ച ശേഷമാണ് ഞാൻ അമ്മയോടും പപ്പയോടും പറഞ്ഞത്. നല്ല കഥയാണല്ലോ അല്ലേ എന്നാണ് അവർ നിഷ്കളങ്കമായി ചോദിച്ചത്. ആ യാത്രയിലാണ് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുത്തത്. അമല പോൾ ആദ്യമായി തുറന്നു പറയുന്നു. ട്രെക്കിങ്ങിനാണ് പോകുന്നതെന്ന് പപ്പയെയും മമ്മിയെയും അറിയിച്ചില്ല. പറഞ്ഞാൽ സമ്മതിച്ചില്ലെങ്കിലോ എന്നു പേടി. 1000 അടി ഉയരം, പ്രതിസന്ധികളുടെ മലനിരകളാണ് മുന്നിൽ. മലയാറ്റൂർ മല കയറിയ പരിചയമേ എനിക്കുണ്ടായിരുന്നു. ഒരു ബാഗ് നിറച്ച് സാധനങ്ങളുമായാണ് റിയൽ ഖീർഗംഗയിൽ എത്തിയപ്പോൾ കേരളംലായി ഈ മാവും കൊണ്ട് മുന്നോട്ടു പോകാനാവില്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്ത് ബാക്കിയെല്ലാം ഉരക്ഷിച്ചു. അവിടെ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള തുണ്ട് ക്യാമ്പിലേക്ക് എത്തിയപ്പോഴേക്കും ഇരുട്ടു പരന്നിരുന്നു. അതൊരു വല്ലാത്ത രാത്രിയായിരുന്നു. ഓക്സിജൻ കിട്ടാതെ ബുദ്ധിമുട്ടി തിരിച്ചു പോവാം എന്ന് തോന്നി. രാത്രി സ്ലീപ്പി ബാഗിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ദുസ്വപ്നങ്ങളുടെ നീണ്ട നിര തന്നെയാണ് വന്നത്. ആ ഒന്റിനുള്ളിൽ കൂടുണ്ടസം കിട്ടാതെ പിടയുന്നെന്ന് സ്വപ്നം കണ്ട് അലറി വിളിച്ചാണ് എനീറ്റൽമെന്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആകാശത്തേക്ക് നോക്കിയപ്പോൾ വലിയ നക്ഷത്രക്കൂട്ടം കൈനീട്ടി തൊടാനാകും എന്ന് തോന്നി. അതുവരെ ഉണ്ടമായിരുന്ന തൂക്കാനുള്ള ബുദ്ധിമുട്ട് നിമിഷനേരം കൊണ്ട് ഇല്ലാതായി. രാവിലെ നോക്കിയപ്പോഴാണ് ഭൂമിയിലെ വെള്ളപുതപ്പിട്ട മലനിരകൾ. അതിൽ 3 വെള്ളച്ചാട്ടം ഒരുമിച്ചുണ്ടായിരുന്ന. ചിലർ ട്രെയിൻ നിർത്തി തിരിച്ചുപോയി. യാത്രയായിരുന്നു. ഒരു ദിവസം മലകയറി തളർന്നു നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് വലിയ ശബ്ദം കേട്ടത്. മലയിടിഞ്ഞ് വലിയ പാറക്കല്ലുകൾ ഉരുണ്ടുവരുന്നു. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. മണാലി വരെയുള്ള ആ ട്രെയിൻ എത്ര വർഷം കഴിഞ്ഞാലും മനസ്സിൽ നിന്നുമായില്ല. ഒന്നു കണ്ണടച്ചിരുന്നാൽ മതി. ആ 10 ദിവസം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനപ്പെടുക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു. ആ ഹിമാലയൻ കേക്കിന് മുന്നിൽ 2 വഴികളുണ്ടായിരുന്നു. എന്ന് തിരഞ്ഞെടുക്കണം എന്നൊരു സംശയം തീർക്കാനായിരുന്നു യാത്ര. യാത്രയ്ക്കൊടുവിൽ അന്ന് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇടയ്ക്കെപ്പോഴോ വച്ച് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. ഞാൻ ആരാകാനാണോ ആഗ്രഹിച്ചത് അതിൽ നിന്നു പിന്നോട്ടു പോയിരുന്നു. ഒറ്റയ്ക്ക് ജീവിക്കാൻ ആകുമോ? അതെല്ലാം ആ യാത്രയോടെ മാറിപ്പോകുമ്പോൾ ഞാനും ഒരുപാട് സംസാരിച്ചു. ഒടുവിൽ നിർണായകമായ ആ തീരുമാനം ഉണ്ടായത്. നാളെ എന്താകണമെന്ന് തിരിച്ചറിയാൻ ആ യാത്ര സഹായിച്ചു. അതോടെ എന്നോട് കൂടുതൽ സ്നേഹമുള്ള അമലയായി മാറി. കാഴ്ചപ്പാടുകൾ മദറി. ഇന്നു ഞാൻ പുതിയ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്നതിനേക്കാൾ എന്താ വേണ്ടാത്തത് എന്ന് ഇപ്പോൾ നന്നായിട്ടറിയാം. എനിക്ക് എന്നെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത കിട്ടി. ഓരോ ദിവസവും ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മുൻഗണനകൾ മാറി. ഞാനിപ്പോൾ കൂടുതൽ സംസാരിക്കുന്നത് ജീവിതത്തെക്കുറിച്ചാണ്. യാത്രകളിലായാൽ പോലും പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരുടെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കാനും ക്കുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു. സിനിമകൾ കാണുന്നു. ആഘോഷത്തിൽ മുത്തിയ കുളിക്കാലമൊന്നുമല്ല. എന്റെ എല്ലാ സുഖസൗകര്യങ്ങളും അനുസരിച്ച് വളർന്നു വന്ന ഒരാളുമല്ല. അതുകൊണ്ടുതന്നെ ചെറുപ്പം മുതൽക്കേ മാനസികമായി കരുത്തുള്ള കൂട്ടി തന്നെയായിരുന്നു. തീരുമാനമെടുക്കാനും എടുത്ത തീരുമാനത്തിൽ തീരുമാനത്തിന് ഉറച്ചുനിന്നുള്ള കഴിവ് കൂവിക്കാലം ഇയാളെ ഉണ്ടായിരുന്നു. അതാണ് എന്റെ ബലം എന്ന് തോന്നിയിരുന്നു. ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടാ നടപ്പാക്കുകയും കൂതുമായി തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരുപാട് പേർ നിരുത്സാഹപ്പെടുത്തി. അന്ന് ആ തീരുമാനത്തിൽ ഉറച്ചുനിന്നില്ല. മറ്റൊന്നായി പൊടേ കുടുംബബന്ധങ്ങളിലായാൽ പോലും എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. ഒന്നുകിൽ ആ ബന്ധം മുന്നോട്ടു പോകും എന്നുറപ്പിക്കുക, അല്ലെങ്കിൽ അത് വേണ്ട എന്ന ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണ്. 2 പേർ മാത്രമല്ല, കുട്ടികൾ പോലും എരിഞ്ഞു നീരി തുടങ്ങും. വേദന ലഹരി പോലെ മനസ്സു കീഴടക്കും. അതെനിക്ക് പറ്റില്ല. കാരണം എനിക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമാണ്. 1 വർഷം നീണ്ടുനിന്ന വിവാഹ ജീവിതം
എന്തുക തെറ്റായി എഴുതപ്പെട്ട കഥയിൽ കണ്ടുമുട്ടിൽ 2 കഥാപാത്രങ്ങളായിരുന്നു. ഞങ്ങൾക്ക് തെറ്റായിപ്പോയതുകൊണ്ടാണ് അതിലെ കഥാപാത്രത്തിൽ ഇറങ്ങിയപ്പോൾ കപ്പിൾസ് തന്നെയായിരുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഞങ്ങൾ കൊടുത്തിരുന്ന പ്രാധാന്യം പലതാണിരുന്നു. സിനിമയിലെ ഉയർച്ചയെക്കാളും വൈകാരികവും ബൗദ്ധികവും മാനസികവുമായ വളർച്ചയായിരുന്നു സ്വപ്നം കണ്ട് ആ വളർച്ച ഉണ്ടായില്ലെങ്കിൽ മറ്റൊരാളാ പോവും. അങ്ങനെയൊരു ജീവിതത്തിൽ എനിക്ക് അർത്ഥം തോന്നിയില്ല. മൂന്നാമതൊരാൾക്ക് ഇത് മനസ്സിലാകില്ല. ജീവിതം സഹിച്ചും തീർക്കാൻ എനിക്കിഷ്ടമല്ലായിരുന്നു. ഞാൻ പങ്കാളിയും വേദന സഹിക്കാൻ ഇവേരതെന്നുമുണ്ടായിരുന്നു. നല്ല പങ്കാളികൾ. എന്നാൽ ഒരു നായതിൽ ഒരേ മനസ്സോടെ 22 വയസ്സുള്ള പെൺകുട്ടിയുടെ ആഗ്രഹങ്ങളും അവൾക്ക് പറക്കാനുള്ള ആകാശങ്ങളും വലുതായിരുന്നു. ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പരസ്പരം നന്നായി ടിച്ചു. പോസിറ്റീവായ സ്വാധീനം രണ്ടുപേരിലുമുണ്ടായിട്ടുണ്ട്. തരിര സിനിയിലെ അറിയപ്പെടുന്ന സംവിധായകനായ വിജത്തിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പിരിണ്ടിവരില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതുവരെ സങ്കരം നിറഞ്ഞ ജീവിതം തുടരുക എന്നാൽ പരസ്പരം ചെയ്യുന്ന പാപരാണ്. ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ എടുക്കാണോ? ഒരിക്കലുമല്ല. ഇറങ്ങിപ്പോയൽ അനിശ്ചിതത്വത്തിലേക്കായി 3 ജീവിതം എന്തായി ധീര്യം എന്നുള്ള തോന്നലിൽ ഉള്ള യാത്രകളായിരുന്നു. ജീവിതത്തിൽ കഷ്ടപ്പാട് വന്നു എന്ന് കരുതി ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. ഉണ്ടാവുമ്പോ അതിലൂടെ വെളിച്ചം കയറൂ. കുടുംബമായിരുന്നു കരുത്ത്. ജീവിതത്തിൽ ഞാൻ കണ്ട മനക്കരുത്തുള്ള എന്റെ രത്നതാണ്. പല കാര്യങ്ങൾക്കും ധൈര്യം തന്നു. ഞങ്ങൾക്കിരിയിൽ കുഴപ്പങ്ങളുണ്ടെന്നറിഞ്ഞതപ്പോൾ പപ്പ പറഞ്ഞു, മുന്നോട്ട് പോവാനാകുന്നില്ലെങ്കിൽ തിന്നാം. പക്ഷേ നിങ്ങൾക്കിയിലുള്ള സ്നേഹം പോകരുത്, ശത്രുക്കളെ പോലെ മുറിയവയ്പ്പിക്കരുതൽ. പപ്പ പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോഴും വേർപിരി വാർത്താകുമെന്നു കരുതി ജീവിതം ബലി കഴിക്കാനാവുമോ? മറ്റുള്ളവർ എന്നു പറയും എന്നോർത്ത് മുറിക്കുള്ളിൽ കടഞ്ഞു ജീവിക്കുന്ന ഭീകരമല്ല അത്തരം. വിവാഹമോചനം കൂടുന്നു എന്നതൊക്കെ തെറ്റായ ധാരണയാണ് സമൂഹത്തിൽ നടക്കുന്നത്. ഇവരെയും പ്രതിഫലിക്കുന്നു. താരങ്ങളുടെ ജീവിതം ഷേൽഫിലെ പുസ്തകങ്ങൾ പോലെയാണ്. ആർക്കു വേണമെങ്കിലും എടുത്തുനോക്കാം, തിരിച്ചു സരിക്കാം. കൂടുതൽ താൽപ്പര്യമുള്ള പുസ്തകങ്ങൾ കൂടുതൽ ആളുകൾ എടുത്തുനോക്കുന്നു. ഇതേതും പ്രാധാന്യം കിട്ടുന്നത്. അതൊക്കെ ശരിയാകും എന്ന് കരുതി എടുത്തു ചാകുന്നവരാണ് അധികവും. മാതാപിതാക്കൾ പെൺകുട്ടികൾക്ക് കൊരുക്കുന്ന സമ്മർദ്ദം അത്ര വലുതാണ്. പഠനം, ജോലി, വിവാഹം, ഇതാണ് പതിവ് വഴി. വിജനെ കണ്ടപ്പോൾ, അദ്ദേഹം തന്ന സുരക്ഷിതത്വം കണ്ടപ്പോൾ ഞാനാരാണ്, സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം മറന്നുപോയി. അതാകാം പിന്നീടുള്ള ജീവിതത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കിയത്. വാക്കുകൾ കൊണ്ട് മുറിക്കുത്തിയവരും ഇല്ലേ? വേദനിപ്പിച്ച സംഭവങ്ങളും ആൾക്കാരുമുണ്ട്. പടക്ഷം അതിനൊന്നും മനസ്സിനെ തൊഴാനായില്ല. ചില കാറുത്ത് കേട്ടപ്പോൾ സങ്കരല്ല പുച്ഛതാൻ തോന്നിയത് അതിലൊന്നായിരുന്നു. മോചനത്തിനായി ഒരുത്തിയപ്പോൾ നിരുത്സാഹപ്പെടുത്തിയ ആളാണ് അദ്ദേഹം. അരപ്പാഴും നോക്ക് സമൂഹം പുരുഷനെയല്ല, എനിക്കാണ് പുതിയൊരു ബന്ധമുണ്ടായെന്നു. ഞാൻ ധരിച്ചത് എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കരുതുന്നില്ല. അമല പോൾ. വസ്ത്രധാരണത്തിനെതിരെ വിമർശനം ഉന്നയിച്ച കാസക്ക് മറുപടിയുമായി നടി അമല പോൾ. തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് താൻ ധരിച്ചതെന്ന് നടി വ്യക്തമാക്കി. ആ വസ്ത്രത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ ഉചിതമല്ലാത്തതാണെന്നോ കരുതുന്നില്ല. ചിലപ്പോൾ അത് ക്യാമറയിൽ കാണിച്ചിരിക്കുന്ന വിധം അനുചിതമായിരിക്കും. എങ്ങനെയാണ് വസ്ത്രം പ്രദർശിപ്പിക്കപ്പെട്ടത് എന്ന കാര്യം എന്റെ നിയന്ത്രണത്തിലല്ലോ. നിങ്ങൾ നിങ്ങളായിരിക്കുക എന്ന സന്ദേശമാണ് കോളേജിൽ പോകുമ്പോൾ എനിക്ക് നൽകാനുള്ളതെന്നും അമല പോൾ വ്യക്തമാക്കി.